അപ്പൊ ഇതിന്റെ ഒരു സെറ്റ് ഉണ്ടല്ലോ. ഒരു പല സിനിമകളിലും സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിരിക്കും. അതായത് പല പല തരത്തിലുള്ള ഇപ്പൊ കൂടോത്രത്തിന്റെ ഒരു സെറ്റ് അല്ലെങ്കിൽ ആ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റൊക്കെ? ഞങ്ങളുടെ ആ ഒരു മൊട്ടക്കുന്നൊരു മലയുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ മെയിൻ സെറ്റ്. അപ്പൊ രാവിലെ കാരവൻ ഇല്ലാത്തതുകൊണ്ട് കാരവന് ഒരു വീട് തന്നെ ആയിരുന്നു. എല്ലാവരുമായിട്ടും അതാ ഞാൻ അതെ പറഞ്ഞത് സൗഹൃദങ്ങൾ കിട്ടി, അതൊരു വലിയ കാര്യമാണ്. അല്ല എനിക്കറിയില്ല, ശ്രുതിയൊക്കെ കുറെ ഒരുപാട് സിനിമകൾ ചെയ്ത് ഒരുപാട് സൗഹൃദം ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീജനങ്ങളാണോ അതിൽ കൂടുതലുള്ളത്? പലരുമായിട്ടും നമുക്ക് മിണ്ടാൻ പലപ്പോഴും പറ്റാറില്ല. കുറച്ച് ദിവസത്തെ ഡേറ്റ് ആയിരിക്കും. ഇതെല്ലാവർക്കും ഒരുമിച്ച് കുറെ ദിവസത്തെ ഡേറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കമ്പനി ആയിട്ടും സംസാരിച്ചും എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല. അല്ലെ കാരോനിൽ പോയി ഒരാൾ രണ്ടുപേര് കാരോനി ഇരുന്നു, മറ്റൊരു രണ്ടുപേര് വേറെ എവിടെയെങ്കിലും പോയിരുന്നു. മിണ്ടാനോ ഒന്നും ഇത് അവിടെ തന്നെയാണല്ലോ. അത് മാത്രമല്ല, ഈ കുന്നിന്റെ മുകളിലാണ് കംപ്ലീറ്റ് ഷൂട്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് തിരിച്ച് കയറി പോകാനുള്ള അപ്പൊ എല്ലാവർക്കും ആ ഭാഗത്ത് അവിടെ തന്നെ ചുറ്റുവട്ടത്തിലുണ്ടാവും. ഒരുപാട് സംസാരിച്ചു അതുകൊണ്ടാണ് വഴക്ക് പറയേണ്ടി വന്നത്. ഒരുപാട് അതും സത്യമാണ്. അധികം സംസാരിച്ചല്ല, ചിരിച്ചും മാറി. ഇവിടെ സംസാരിക്കും, അപ്പൊ വഴക്ക് കേൾക്കും. അവിടെ വഴക്ക് കേൾക്കും. സ്കൂളിലൊക്കെ ഏറ്റവും കൂടുതൽ വർത്താനം പറയും. അതിന് ബാക്കി എല്ലാവരും ഇതിനകത്ത് കാണും. ലാസ്റ്റ് കുറ്റം വരുമ്പോ ഒരാ കരയും കിട്ടുക. ആള് ഞാൻ ആ ബലിയാടായത് ഞാനാ. അതെ അതെ, ഞങ്ങളൊക്കെ ഒരു മൂലക്ക് ഭയങ്കര എന്നോട് മാത്രമേ ഒന്നും മിണ്ടൂല. അവിടെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ സംസാരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കും. അല്ല, അത് സ്ക്രീനിൽ വരുമ്പോ ഇതൊന്നും ആയിരിക്കില്ല. അവിടെ ഇരുന്ന് മിണ്ടാതിരുന്നാലും സ്ക്രീനിൽ ഞാൻ ഓൾവേസ് എവിടെ പോയാലും ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഒരുപാട് വളവള സംസാരിക്കും. അതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, ദോഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ നിർത്തത്തില്ല. പക്ഷെ സെറ്റിനൊരു ജീവൻ വെക്കും കേട്ടോ. വീണ ചേച്ചി ഉള്ള ദിവസങ്ങളാണ് എല്ലാം സെറ്റ് അടിപൊളിയായിരുന്നു. അതെ 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 അതെ. എന്നോട് എല്ലാം കൂടെ തികച്ചൊരു 5 വാക്കിയേ കൊച്ചു വേണ്ടിയിട്ടുള്ളൂ 15 ദിവസത്തിൽ. ലക്ഷ്മി ഭയങ്കര സൈലന്റ് ആയിരുന്നു. ബിഗ് ബോസിലെ മനസ്സിലായ അല്ലല്ല, പുതിയ ആൾക്കാരെ എനിക്ക് ആരെയും അറിയത്തില്ല. അപ്പൊ ഞാൻ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി. അപ്പൊ എനിക്ക് അവിടെ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ എല്ലാരും ഞെട്ടിയിട്ടുണ്ടോ ഇതായിരുന്നു അവിടെ ഇരുന്ന സാധനം? കാരണം ഞാൻ അവിടെ സൈലന്റ് ആയിരുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രണ്ടാമത്തെ സിനിമ ആയിരുന്നു, അപ്പൊ ടേക്കിന്റെ എണ്ണം അങ്ങനെ കൂടി കൂടി വരുമല്ലോ, കുറഞ്ഞു വരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലക്ഷ്മിയുടെ? കുറച്ചേ ഉള്ളൂ, വലുതായിട്ടുള്ള ഇതായിട്ടല്ല, കുറച്ച് സീൻസേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് വലിയ ടേക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് ഓരോ സിനിമ കഴിയുമ്പോ ഓരോ സിനിമകളുടെ ഒരു ഇത് മാറിക്കൊണ്ടിരിക്കും, കഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ട്, ഒരു എത്രത്തോളം ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ സിനിമ ചെയ്യുന്ന? ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോ ടെൻഷൻ എന്നുള്ളൊരു കാര്യം മാറി. പിന്നെ എന്താണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓരോ കാര്യങ്ങളും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും പിന്നെ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും. ഇത്രയും സംസാരിച്ചോണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും പടപടപടോന്നും പറഞ്ഞിട്ട് ഡയലോഗ് എന്ത് പെട്ടെന്ന് പഠിച്ചിതാക്കുന്ന ക്യാരക്ടറിലോട്ട് അതുകൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ ശരിക്കും ഇവരെയൊക്കെ നോക്കി ഇങ്ങനെ പഠിച്ചോണ്ട് ആ ഒരു രീതിയില് വലിയ വഴക്കൊന്നും അങ്ങനെ. ഞാന് ഒരു ലൊക്കേഷൻ സംഭവിച്ചതാണ്. എല്ലാവരും ഇരുന്ന് ഞാനും ഇരുന്ന് ഭയങ്കര വർത്താനം. എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയപ്പോഴേ ഞാൻ ഫോട്ടോ എടുത്ത് ഫോണിൽ വെച്ചു. ഞാൻ നോർമലി ചെയ്യുന്ന കാര്യമായിട്ട് സ്ക്രിപ്റ്റും കൊടുത്തു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിത് നോക്കും. അപ്പൊ ഞാൻ ഫുൾ ഓൾമോസ്റ്റ് ബൈഹാർട്ട് ചെയ്തു. എന്നോട് ഇരുന്ന് വർത്താനം പറഞ്ഞു. ബാക്കി എല്ലാവരും ടേക്ക് വിളിച്ചു, സിങ് സൗണ്ട് ആയിരുന്നു. എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനും വർത്താനം പറയാണല്ലോ. അവരൊക്കെ അവരെ സീനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ട് അതിനകത്ത്. ഞാനും വർത്താനം പറയാണല്ലോ, പ്രശ്നം വരത്തില്ലല്ലോ വെച്ചു. ടേക്ക് വിളിച്ചപ്പോ ഞാൻ കറക്റ്റ് ആയിട്ടല്ലോ. വീണ ചേച്ചി ഇങ്ങനെ വർത്താനം എന്ന് പറഞ്ഞത് ലൈഫിന്റെ പാർട്ടായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ പോകും. ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ തന്നെ നടന്നു, ഒരു ഫ്ലോയിൽ തന്നെ പൊക്കോളും. എനിക്ക് അത് കേട്ടപ്പോ ഞാൻ ആലോചിച്ചു പോയത് ആ ഒരു സന്ദർഭം. ശരിക്കും ലൊക്കേഷൻ ഞാൻ പറയില്ല, ആർട്ടിസ്റ്റുകളായിരുന്നു ഞാൻ പറയില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്റെ ഇൻഡസ്ട്രി ഇതോട് നിർത്തിയേക്കാൻ. അല്ല, അത് നമുക്ക് നിലനിൽക്കണല്ലോ. അപ്പൊ എന്തായാലും ഇതൊക്കെ പഠിക്കണ്ടേ. ഞാനേ ഇങ്ങനെയൊക്കെ വളവള സംസാരിക്കുമ്പോ എല്ലാ ഇന്റർവ്യൂവിന്റെ താഴെയും വന്നിട്ട് പലരും ഭയങ്കരമായിട്ട് ഇവളെന്തോ വെറുപ്പില്ലാന്ന് പറയും. ഞാൻ ഇങ്ങനെയാ, എനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടൊരു ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പൊ എന്നോട് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഭയങ്കര താത്വികമായിട്ട് ഞാൻ സംസാരിച്ചേ. അത് ഭയങ്കര മറ്റേ വൈറലായിട്ട് കുറെ സാധനങ്ങളൊക്കെ പോയിരുന്നു. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? നീ സന്യാസം സ്വീകരിച്ചോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്താ നിനക്ക് പറ്റിയത്? ഓക്കെ ആവും എല്ലാം എന്നൊക്കെ എന്നെ വിളിച്ചു. ഇൻസ്റ്റയിലൊക്കെ ചാക്രം മൂക്കാൻ മെസ്സേജ്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു
ഞാൻ ഇനി അങ്ങനെ ഇങ്ങനെ മാറ്റി സംസാരിച്ചു പിടിക്കുന്നില്ല. ഉള്ളതുപോലെ തന്നെ അങ്ങ് പോയാ ബുദ്ധിജീവി മതി. സാധനം ഒന്നും വേണ്ട. കുറച്ച് മുന്നത്തെ ഇന്റർവ്യൂല് ഞാൻ കുഴപ്പമില്ലാണ്ട് പുസ്തകം വായിക്കും. അപ്പൊ കുറച്ച് മുന്നത്തെ 2-3 കാര്യം പറഞ്ഞപ്പോഴേ എല്ലാവരോടും ഇരുന്ന് എന്നെ പൊരിക്കുന്നത്. കാരണം എങ്ങനെയാണ് ഇവർക്ക് അറിയില്ല, ഇവർക്കറിയാവുന്ന ഇങ്ങനെ സംസാരിക്കുന്നില്ല. അതിൽ നിന്നൊന്നും മാറ്റിയുണ്ടല്ലോ എനിക്ക് വട്ടാന്നേ പറയുള്ളൂ എല്ലാവരും. പറയുള്ളൂ. എന്ന് വെച്ചാൽ എനിക്കത് ഞങ്ങളെക്കാട്ടിലൊക്കെ പറ്റിയെന്നേ കൂടുതൽ പറയുള്ളൂ. വിവരം ഉണ്ടെന്നാണ് ഈ പറഞ്ഞു അല്ല, വരുന്നത്. ലക്ഷ്മിയുടെ വിവരങ്ങൾ ചിലപ്പോ എനിക്ക് ഉണ്ടാവില്ല, എന്റെ വിവരങ്ങൾ ഇവർക്ക് ഉണ്ടാവില്ല, ഇവരുടേത് ഇവർക്ക് ഉണ്ടാവില്ല, ഇവരുടെ എല്ലാവർക്കും വ്യത്യാസമാണ്. ഉണ്ടാവില്ല. അതെ. ഇത്തതിന് പറഞ്ഞപ്പോ നിങ്ങൾ തോന്നിയില്ല എനിക്കെന്തോ ബുദ്ധി ഉണ്ടെന്ന്. നല്ല ബുദ്ധിയുള്ളൂ. ഇത് ശരിക്കും ഒരു സംഭവം. ഞാനൊരു വലിയ സംഭവമാണ്. എന്തേലൊക്കെ പറഞ്ഞു ചോദിക്കാത്ത ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരാണ്. രക്ഷപ്പെട്ടിരിക്കും. അല്ല, ഞാൻ ഇവരോട് ചോദിക്കുമ്പോഴൊക്കെ വീണ ചേച്ചി ഉത്തരം പറഞ്ഞു. അതാണ് അല്ല മനസ്സിലായി. അങ്ങനെയല്ല, എന്റെ മുഖത്ത് നോക്കി വീടിനെ എത്തിച്ചേക്കി പരിപാടി. എന്റെ മുഖത്ത് നോക്കി എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. അത് നല്ലൊരു കാര്യല്ലേ. വീണ ചേച്ചി പറയാനുള്ള വീണ ചേച്ചി പറയണല്ലോ. ഞങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇനി ഈ ഇത് രക്ഷപ്പെട്ടിരിക്കും. തീർന്നു വരെ ഞാൻ മിണ്ടില്ല. എന്നുണ്ട്. ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പാണല്ലോ. നോക്കാം. വേറെ ഇഷ്ടംപോലെ അക്ഷരങ്ങളുണ്ട്. ശ്രദ്ധിച്ചേട്ടാ, അപ്പൊ ഈ ഒരു സിനിമയിൽ വരുന്ന സമയത്തെ അതായത് ഈ ഒരു കഥ കേട്ട സമയത്ത് ഇപ്പൊ കൂടോത്രം എന്ന് കേൾക്കുമല്ലോ. ഇപ്പൊ നേരത്തെ ഞാൻ ബൈച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇപ്പൊ കാന്താര സിനിമ ഇറങ്ങിയ സമയത്ത് കുറെ പ്രശ്നങ്ങൾ വന്നിരുന്നു, കുറെ ആളുകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു സിനിമ വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതില്? അല്ല, അങ്ങനെയല്ല, കൂടോത്രം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ഒരു ഇപ്പൊ സിനിമാ മേഖലയിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറെ അങ്ങനത്തെ കുറെ അന്ധവിശ്വാസങ്ങളും കുറെ കാര്യങ്ങളൊക്കെ പണ്ടോട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്താ കേട്ടത് കണ്ടിട്ട്? അതായത് ഈ സിനിമ, അതായത് കാക്ക വന്നിരുന്നപ്പോ എന്തൊക്കെയോ സിനിമ വിജയിച്ചില്ല, അങ്ങനെയൊക്കെ പണ്ട് കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ചില അങ്ങനത്തെ കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഈ ഒരു കൂടോത്രം എന്ന് കേൾക്കുമ്പോഴേ, അപ്പൊ ഈ ഒരു കഥ കേട്ട സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ പേടിയായിരുന്നു, ഇനി വല്ല സംഭവിക്കുന്നൊക്കെ പേടിച്ചു കൂടോത്രത്തിനെ വീട്ടുകാരൊക്കെ എന്റെ ആദ്യ അച്ഛനെ കൊണ്ടാക്കിയത് തെറ്റില്. പിന്നെ മനസ്സിലായി എവിടെ സംഭവം കുഴപ്പമില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ പിന്നെ ഒറ്റക്ക് പോകാൻ തുടങ്ങി. അതെ. കളിയാക്കിയതാണല്ലോ. അല്ലല്ല വീട്ടുകാരെ ഒറ്റക്ക് പോകണമെന്നിട്ട് വീട്ടുകാരും അങ്ങ് അതിന് ശേഷമാണ് ഏറ്റവും രസം അതല്ല, ലൈക്ക് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് സേവരിക്കും. ലക്ഷ്മി കൂടോത്രം അങ്ങനെയാണോ? പേര് സേവരിക്കുന്ന അങ്ങനാ. അപ്പൊ ട്രൂ കോളറിൽ ഇപ്പൊ വേറെ ആരെങ്കിലും നമ്മളെ വിളിക്കും, ഇതെന്താ പേരിന്റെ കൂടെ കൂടോത്രം അതും വെച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയാണല്ലോ. Movie ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്തിട്ടുള്ളൂ, വേറെ ആരും ചെയ്തിട്ടില്ല. എന്റെ എല്ലാവർക്കും പരസ്പരം അറിയാം. പുതിയതായതുകൊണ്ട് എന്റെ പേര് കൂടോത്രം സുച്ചേട്ടൊക്കെ ഫോൺ എടുത്ത് എന്താ ലക്ഷ്മി കൂടോത്രം അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെയാണോ സംസാരിക്കും. സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു? ലക്ഷ്മി കൂടെ ഈ ഒരു ലക്ഷ്മി അതിന് ശേഷമാണ് മറ്റേ റിയാലിറ്റി ഷോയിലൊക്കെ പോണത്. ലക്ഷ്മി ഈ പടം കഴിഞ്ഞിട്ടാ. കഴിഞ്ഞിട്ടാ പോകും. അയ്യോ, അപ്പൊ കൂടോത്രം ശരി. ലക്ഷ്മിയെ ആക്ട്രസ് കൂടോത്രം ഇട്ടേക്കണം. ശരിക്കും അത് അല്ല, അതിപ്പോ ഈ പടം എന്നല്ല, ഏത് പടത്തിലും അഭിനയിച്ചു കഴിഞ്ഞാൽ ആ ബാലയുടെ പേര് പക്ഷെ അല്ല, വെക്കും. ആദ്യത്തെ പടത്തിന്റെ ഒരാളുടെ പേര് save അത് ചെയ്യുമ്പോ അത്രയുള്ളോ? അത്ര ഫെമിലിയർ അല്ലാത്ത ഒരാളെ ഓർക്കാൻ വേണ്ടി. ലക്ഷ്മി എന്നുള്ള കുറെ പേരുണ്ടല്ലോ. അല്ല, ഇവരാളെ പറഞ്ഞവർ ഇങ്ങനെ ഒരു പേരായി പോയി. പക്ഷെ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് ലക്ഷ്മി ബിഗ് ബോസ് എന്നാ. താങ്ക് യു. ഇപ്പൊ വീണ ബിഗ് ബോസ് അല്ല, അന്ന് നമ്പർ വാങ്ങിച്ചില്ല, ബിഗ് ബോസ് കഴിഞ്ഞ നമ്പർ കിട്ടിയ അതുകൊണ്ട്. അല്ല, വേറൊന്നുമില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നപ്പോ ബിഗ് ബോസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്പർ ഞാൻ സേവ് ചെയ്തു, ലക്ഷ്മി ബിഗ് ബോസ്. നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനതിലില്ല. നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആണോ? ആഡ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആഡ് ചെയ്തിട്ടില്ല, ആരും ആഡ് ചെയ്തിട്ടില്ല.